ഹായ് സുന്ദരീസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു റിവ്യൂ ആണ് കേട്ടോ. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബെഞ്ചാറസിൻ്റെ ഫോൾ ഫേഷ്യൽ കിറ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കണേക്കാൾ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ഈ റിവ്യൂയിലേക്ക് പോവാം. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. 4 സ്റ്റെപ്പായിട്ടുള്ളൊരു ഫേഷ്യലിൻ്റെ ഒരു കിറ്റാണ് കേട്ടോ ഇത്. ഇവരുടെ വേറെ കിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഗോൾഡൻ ഫേഷ്യൽ, അതുപോലെ പിന്നെ പപ്പായ ഫേഷ്യൽ, അങ്ങനെ 1-2 ഫേഷ്യൽ കിറ്റുകളും കൂടെ അവൈലബിൾ ആണ്. അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പ് 1-2 പാക്കറ്റ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം നല്ലതായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണമായിട്ടുള്ള ഒരു ട്യൂബിലാണ് ഇത് വരുന്നത്. ട്യൂബ് പാക്കേജിങ് കിഡിലനാണ്, കാരണം പ്രൊഡക്റ്റ് ഒന്നും പോവില്ല. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും നല്ല സുഖമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ നമുക്കൊരു ഔട്ടർ കവറും കൂടെ ഉണ്ട്. ആ കവറിൻ്റെ പുറത്ത് പിന്നെ നമ്മൾ വേറൊരു പാക്കിലാണ് ഇവർ തരുന്നത്. വേറൊരു എന്താ പറയുക, പേപ്പറിൻ്റെ കവർ പോലത്തെ കവറിലും കൂടിയാണ്. അതിലെല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ക്രബ്ബ്, അതുപോലെ ഒരു ജെല്ല്, പിന്നെ ഒരു മസാജ് ക്രീം, പിന്നെ ഒരു ഫേസ് പാക്ക്, ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇതുപോലെ എന്നിട്ട് ഒരടച്ചിട്ടുള്ള നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് 250 to 300 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ് വരുന്നത് കേട്ടോ. ശരിക്കും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ നമുക്ക് വളരെ അഫോർഡബിൾ ആണ്, കാരണം ചെയ്താൽ നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഡാർക്ക് സ്കിന്നല്ല, കുറച്ചൊരു ഫെയറും അല്ല, അതിൻ്റെയൊക്കെ ഒരു ഇടയിലുള്ള ഒരു സ്കിന്നുകാർക്കൊക്കെ പറ്റിയൊരു കിഡിലനായിട്ടുള്ളൊരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഇത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റുള്ള സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രബ്ബിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഗ്രാനുവൽസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പേളിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് തന്നെ നമ്മളെ സ്കിന്ന് നല്ല ലൈറ്റൻ ചെയ്യും, നന്നായിട്ട് സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഈ ആ ഒരു ഡാർക്ക്നെസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ചെറിയ ഗ്രാനുവൽസ് കാണുന്നില്ലേ? അങ്ങനെയുള്ള ഗ്രാനുവൽസ് ഉണ്ട്. അത് നമ്മളെ സ്കിന്നിന് വളരെയധികം ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് അത്രയൊരു കെമിക്കലായിട്ടുള്ള ഒരു ഇതൊന്നും പ്രൊഡക്റ്റായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ബെഞ്ചാറാസിൻ്റെ ഒരുവിധ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 2-3 പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഞ്ചാറാസിൻ്റെ. അപ്പോൾ അതൊക്കെ കുറച്ച് നല്ലൊരു ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്, നമുക്ക് ബോറടിക്കാത്ത ഒരു സ്മെല്ലാട്ടോ. ആ ഒരു സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കൈക്ക് നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് അറിയില്ല, എനിക്ക് നല്ല മാറ്റം തോന്നി കേട്ടോ. അതുപോലെ ഫേസിൽ ചെയ്താലും നല്ല ചേഞ്ച് ആട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കയ്യിൽ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസിലാകുമ്പോൾ ഒന്ന് ആവി പിടിപ്പിക്കുക ഫേസ്. അപ്പോൾ നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ ഇവരൊരു ജെല്ല് തന്നിട്ടുണ്ട്, ഒരു മസാജ് ജെല്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെല്ല്. ഈ ജെല്ലിൽ ചെറുതായിട്ട് നമ്മുടെ ഒരു പേളിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ള വൈറ്റ് പേളിൻ്റെ ചെറിയൊരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവും. നല്ലൊരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഇത്. എനിക്ക് പ്രത്യേകിച്ച് ഡിഫക്റ്റുകളൊന്നും പറയാനില്ലാത്തൊരു ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ ഈ ഒരു ജെല്ല് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സ്കിന്ന് നല്ലൊരു തെളിച്ചം എന്ന് പറയില്ലേ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെളിച്ചം, അങ്ങനെ ഒരു തെളിച്ചം വന്നതുപോലെ ഉണ്ടാവും നമ്മളെ മുഖത്തിന് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മളൊരു 5 മിനിറ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഒന്ന് കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ കൊടുത്തിരിക്കുന്നത് ഒരു മസാജ് ക്രീമാണ്. പിന്നെ ഫേഷ്യൽ ചെയ്യുന്നവർക്കറിയാം, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്യുന്നവർക്കറിയാം, നമുക്ക് ഫേഷ്യലിൽ മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ഒരു മസാജിങ്. നമ്മുടെ ഫേസ് പണ്ടൊക്കെ നമ്മൾ എണ്ണ വെച്ച് മസാജ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ നമ്മളെ പണ്ടുള്ള ആൾക്കാരൊക്കെ. ഇപ്പോൾ അതൊന്നും അത്ര ഇല്ല. അപ്പോൾ ഈ ഒരു മസാജിങ്ങിലൂടെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു പിന്നെന്താ പറയുക, ബ്ലഡ് സർക്കുലേഷൻ അല്ലേ, അത് ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു കളറും ഗ്ലോയൊക്കെ വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്നത്. പിന്നെ ഈ മസാജിൽ ഈ ഒരു ക്രീമും കൂടെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ലൈറ്റൻ ചെയ്യും. അപ്പോൾ മസാജ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ. എന്നിട്ട് കൈ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അവർ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. ഇതൊരു ട്യൂബിലാണ് കേട്ടോ, നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ നമ്മളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിലേക്ക് ചെറിയൊരു ലെയറായിട്ട് മതി, അധികം കട്ടിയിലൊന്നും വേണ്ട കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആവും. പിന്നെ നമ്മൾ ഫേസിൽ ചെയ്യുമ്പോഴല്ലേ, ഫേസിൽ ഫേസ് പാക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മുടെ കണ്ണിനൊരു കുളിർമ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കോട്ടണിൽ ഒന്ന് വെള്ളം നനച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കുക്കുംബറിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂളായിട്ട് കിടന്നൊന്ന് റെസ്റ്റ് ചെയ്യുക ഒരു 10 മിനിറ്റ്. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്ക് കണ്ണിന് നല്ലൊരു റിഫ്രഷിങ് വരും. എന്നിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ ഫേസ് നല്ല കിടിലനായിട്ടുണ്ടാവും കേട്ടോ. അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഫേസിന് ഭയങ്കര ഒരു മാറ്റം തോന്നും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കൈയൊന്ന് വാഷ് ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ ഒരു ടോണറും ഒരു മോയ്സ്ചറൈസറും കൂടാതെ ഒരു സൺസ്ക്രീനും ഇടണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഫേഷ്യൽ ചെയ്താലും. ചിലവർ പറയും ഫേഷ്യൽ ചെയ്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡാർക്കായിന്ന്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആഫ്റ്റർ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, കൈ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. 2 കൈയും തമ്മിൽ ഒന്ന് കറുത്ത് കരിവളിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് നന്നായിട്ട് ലൈറ്റനായിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്താ മാറ്റം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, താല്പര്യമുള്ളവരൊക്കെ. കാരണം നമുക്ക് പെട്ടെന്നൊരു കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ, ഇനിയിപ്പോൾ ഓഫ് കോഴ്സ് നമ്മളെ കല്യാണമാണെങ്കിലും നമുക്ക് വീട്ടിൽ ഇത് ട്രൈ ചെയ്താൽ മതി. കാരണം പാർലറിലൊന്നും പോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.